ഹലോ. അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026 പുലരിയിലേക്ക് സ്വാഗതം. നോക്ക്, എൻ്റെ ജർമ്മനും ഒക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എത്തി. 2-3 ദിവസങ്ങൾ കൂടിയാണ് ജർമ്മനിൽ നിന്ന് എത്തിയത്. എനിക്കൊന്ന് ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും, പറയാൻ വിഷ് ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. നോക്കിയായും ലൂക്കിയായും അതിൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാനെൻ്റെ പ്രഭാതം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് അവർ 3 പേരും ഇങ്ങനെ അടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. നോക്ക്, മഞ്ഞ് മൂടിയ ഒരു പ്രഭാതം, 2026 പുലരി. നല്ല കൊച്ചുകിളികളുടെയൊക്കെ കരച്ചിലും കാക്കയുടെ കരച്ചിലും എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരവരുടെ രീതിയിൽ പുതുവർഷ പുലരിയെ വരവേൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെയും മഞ്ഞുണ്ടായിരുന്നു, ഇന്നും രാവിലെ മഞ്ഞ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പം തന്നെ എൻ്റെ ടൈഗുനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ജർമ്മനും അവിടെ എത്തി. ഭക്ഷണം കിട്ടാൻ സമയമായെന്ന് ജർമ്മൻ അറിയാം. കാരണം ടൈഗുനെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് കെട്ടിക്കഴിയുമ്പോൾ ജർമ്മൻ അറിയാം ഭക്ഷണം കൊടുക്കാനാണ്. അങ്ങനെ എൻ്റെ ടൈഗുക്കുട്ടന് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ടോ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എന്താണ്ട് ഒച്ച ഒരെണ്ണം എൻ്റെ ഓർക്കിഡിൻ്റെ ഇതിലേക്കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കൊലപാതകം കൂടി നടത്തേണ്ടി വന്നു എന്നുള്ളത് വിഷമമുണ്ട്. കാരണം ഒച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വിടാൻ തോന്നും. ഞാനതിനെ പിടിച്ചെടുത്തു. 1-2 എണ്ണം കണ്ടുണ്ടായിരുന്നു. ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഇത്ര വലുതാണെന്നറിയാം. അതിനെ ഒന്ന് എടുക്കാനപ്പെട്ട പാട് ഒന്നും പറയണ്ട. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് പോരുന്നത്. രാവിലെ അന്നൊന്നും പുതുവർഷ പുലരിയിൽ തന്നെ ഒരു കൊലപാതകം നടത്തേണ്ടി വന്നല്ലോ ഉള്ള വിഷമമുണ്ട്. രണ്ടും കൽപ്പിച്ച് ഉപ്പുനീരിനകത്തങ്ങ് ഇട്ടു. അല്ല, അതിപ്പോൾ എന്താ ചെയ്യുന്നത് അല്ല. ഓർക്കിഡ് അതും നമുക്ക് ഇങ്ങനല്ലേ. കണ്ടോ, ഈ ചെടി കണ്ടോ, തൊപ്പി ബൾബ് പോലെ വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ബൾബ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം നമ്മൾ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് പോലെ ഇതിനെ ബ്ലീഡിങ് ലിവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ലിവറിൻ്റെ കളർ അതിൻ്റെ ക്യാപ്പിന് പുറമേയുള്ള അതും ഒരു ഭംഗിയാണ്. കണ്ടോ, ബൾബ് പോലെ ഇങ്ങനെ വരുന്നു. എൻ്റെ പേര് നഴ്സറിക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് ഓർമ്മയില്ല. കണ്ടോ, ആദ്യം ഈ തൊപ്പി പോലെ ഇങ്ങനെ വന്നിട്ടേ എന്താ ഭംഗിയാന്ന് നോക്കിക്കേ. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുതിയൊരു പൂ ഉണ്ടായി വരുന്നു. ആ പൂവിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ചുവപ്പ് കളറ്. നമ്മൾ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ വരുന്നു. ഇത് ബ്ലീഡിങ് ബൾബ് എന്നാണോ പറയുന്നത്, എന്താണെന്ന് എനിക്കറിയത്തില്ല, പേരറിയില്ല. എന്തായാലും മനോഹരമായ ഒരു ചെറിയ ചട്ടിയിലാണിത് തൂക്കി ഹാങ് ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പം നന്നായിട്ടിത് പൂത്ത് വരുന്നുണ്ട്. പേര് മറന്നു എന്താന്ന്. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമോ? എന്തായാലും ഞാനതിന് പേരിട്ടു ബ്ലീഡിങ് ലിവറിന് കേട്ടോ. അങ്ങനെ കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. എൻ്റെ അകത്തുനിന്ന് ഇത്രയും ചെറിയൊരു ബൾബിൽ നിന്ന് നെയ്ക്ക് ഇങ്ങനൊരു കുഞ്ഞൊരു ചട്ടിയിലാണ് ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹാങ്ങിങ് പോട്ട് കൂടെ ഉണ്ട്. അതിലും ഇതുപോലെ തന്നെ ഒരു ചുവപ്പല്ല, ഒരു ഓറഞ്ച് കളറ് പൂവുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ പേര് അവർ പറഞ്ഞു, ഇപ്പം എനിക്ക് പേര് ഓർമ്മയില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു കൊച്ചു ചട്ടിയിൽ അന്നേരം കിട്ടി അതുപോലെ തന്നെ ഇട്ടേക്കുക. പക്ഷേ അതിനധികം മണ്ണും ഒന്നും അതിൻ്റെ ഇട്ടിട്ടില്ല. പക്ഷെ നന്നായിട്ടത് പൂക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ, നല്ല മനോഹരമായിട്ടില്ലേ അതിൻ്റെ പൂവ്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാ അതിൻ്റെ കൂടെ വാങ്ങിച്ച ഇതിനൊരു ഓറഞ്ച് കളർ പൂവുണ്ടാകും കേട്ടോ. നല്ല രസമാണ് അത്. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ വിടർന്ന് കൊളാമ്പിപ്പൂ പോലെ വിടർന്ന് താഴേക്ക് വരുന്നത്. അപ്പോഴെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.